നമ്മളായി വളരണം, മുസ്ലിങ്ങളായി വളരണം. മുസ്ലിങ്ങളായി നമ്മൾ വളരുമ്പോൾ എല്ലാവർക്കും നല്ല ആശ്വാസം കിട്ടും. മദ്യപാനം നമുക്ക് പാടില്ല, മയക്കുമരുന്ന് ഒരിക്കലും നമുക്ക് പാടില്ല. സൂറത്തു അൽ മാഇദയുടെ 90-ാമത്തെ വചനത്തിൽ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്നും പറഞ്ഞ് കൃത്യമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങളെ പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ഹബീബായ റസൂൽ അത് വിശദീകരിച്ചു. കുല്ലു മുസ്കിരിൻ ഹറാം, ഏത് രീതിയിലുള്ള ലഹരി പദാർത്ഥവും ഹറാമാണ്. ജനുവരി ഫെബ്രുവരി 2 മാസങ്ങളിൽ മാത്രം 76 കൊലപാതകങ്ങളോളം നടന്ന നാടാണ് നമ്മുടേത്. അതിൽ പകുതിയിലേറെയും മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലായിരുന്നു. ഒരു വിശ്വാസിയും ഒരു മനുഷ്യനും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിം സൊസൈറ്റിയിൽ ഒരിക്കലും അത് പാടില്ല. എന്തുകൊണ്ട്? ഇത്തരം മാരകമായ ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത് കഠിനമായി നിരോധിച്ച ആദർശമാണ് നമ്മുടേത്. ഇതറിയണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. മാതാവ് ആരാണെന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. ഭൗതിക വിദ്യാഭ്യാസത്തിൽ പരമാവധി നമുക്ക് എത്താവുന്നിടത്തൊക്കെ എത്തൽ ഈ കാലത്ത് പ്രത്യേകിച്ചും നിർബന്ധമാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നത്, മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നത്, അതിലേറെ വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അതോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്കുണ്ടാവണം. നേരത്തെ ഞാൻ പലവട്ടം സൂചിപ്പിച്ചതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. സിനിമയുടെ അനർത്ഥങ്ങളെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു കൊടുത്ത് ആവേശഭരിതയായി വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വലിയ സ്ക്രീനിൽ കുടുംബം ഒന്നിച്ചിരുന്ന് സിനിമ കാണുകയാണെങ്കിൽ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറാൻ ആ കുട്ടിക്ക് ഒരിക്കലും കഴിയില്ല. അവളുടെ മനസ്സിൽ വല്ലാത്ത സംഘർഷം വരുന്നു. ഉസ്താദിനെ അവൾക്ക് ഇഷ്ടമാണ്, ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വിശ്വാസമാണ്. സിനിമ ഉണ്ടാകുന്ന അനർത്ഥങ്ങളൊന്നും പറയേണ്ട ഒരു വേദിയല്ല ഇത്. വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സെർച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ, മാതാവും പിതാവും മക്കളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ അവരുടെ ഇടയിലുള്ള പ്രത്യേകമായ ചില മറകൾ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് സഹോദരന്മാരാൽ ഗർഭിണികളാകുന്നത്. അങ്ങനെയാണ് സ്വന്തം മകൻ്റെ സന്താനത്തെ പേറാൻ പല മാതാക്കളും നിർബന്ധിതരാകുന്നത്. അങ്ങനെയാണ് പലരും ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് പലരും മയക്കുമരുന്ന് ശീലിക്കുന്നത്. അങ്ങനെയാണ് പല വയലൻസും കേരളത്തിൽ നടപ്പിലാകുന്നത്. കുറേ അടിയും കൊല്ലലും നടന്നപ്പോൾ ആ വിധത്തിൽ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്തു. ഈ കാര്യം ചർച്ച ചെയ്തു. പാവപ്പെട്ട മക്കളുടെ മനസ്സ് മലിനമാക്കുന്നു. എന്തു വന്നാലും കൊല ചെയ്യണമെന്നവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊല ചെയ്താൽ എങ്ങനെയാണ് പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ ജയിലിനകത്ത് പോവാതെ രക്ഷപ്പെടേണ്ടതെന്ന് പല സിനിമകളും വിസ്തരിച്ച് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അധർമ്മം പാടില്ലെന്ന് ഉസ്താദ് കൃത്യമായി ക്ലാസ് എടുക്കുന്നു സങ്കല്പിക്കുക. അതിൽ നിന്ന് ബോധം ഉൾക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ദീനീപരമായി ജീവിക്കണമെന്ന് തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലെത്തുന്നതോടുകൂടെ എല്ലാം തകർന്നു തരിപ്പണാവുന്നു. എങ്ങനെയാണ് വസ്ത്രമെന്ന് ഉസ്താദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പ്രതിജ്ഞ എടുത്ത് വീട്ടിലേക്ക് പോകുന്ന കുട്ടിക്ക് ഉമ്മ അവളുടെ പർദ്ദൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ട് കൊടുക്കുന്നു, ഒരു ചെറിയ ട്രൗസർ ഇട്ട് കൊടുക്കുന്നു. അത് അവിടെ ഇവിടെയൊക്കെ കീറിപ്പറഞ്ഞാൽ വളരെ വിശേഷമായി. കാരണം ഉമ്മാൻ്റെ LKG കാലത്ത് പഠിച്ച ആളുകളുടെ ഗ്രൂപ്പ് യോഗം നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരിയൊക്കെ ഒരു ഉഷാറിൽ മോളെ കൊണ്ടുപോകണമെന്ന് ഉമ്മ തീരുമാനിക്കുന്നു. 13-14 വയസ്സായ കുട്ടികൾ പോലും ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്നു. പിന്നെ മദ്രസ വിദ്യാഭ്യാസം കുറേ കാലം കൊടുത്തിട്ട് എന്തേ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഉസ്താദ്മാരെ അപഹസിച്ചിട്ട് ഈ ഉസ്താദ്മാരെ കൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട്, അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്തുണ്ട് ഗുണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മക്കളിൽ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ വീടങ്ങളിൽ ഉണ്ടാവണം. വളരെ ഗൗരവത്തിലാണ് ഞാൻ അത് പറയണത്. ഈ സദസ്സിൽ എത്ര പേരുണ്ടാവും മദ്രസ് നിർത്തിയ കുട്ടിയെ ദിവസം ഇത്തിരി ഖുർആൻ ഓതിപ്പിക്കുന്നവർ? നമ്മുടെ മകൻ ഖുർആൻ ഓതുന്നതിൻ്റെ ഉഷാറ് കണ്ടിട്ട് കോരിത്തരിച്ചവരൊക്കെ സദസ്സിലുണ്ടാകും. എന്ന് റബീഉൽ അവ്വലിൻ്റെ വലിയ പരിപാടിയിലൊക്കെ നമ്മുടെ മോനായിരിക്കും ആദ്യം ഖുർആൻ ഓതണത്. ഭയങ്കര ഉഷാർ. ആ കുട്ടി മദ്രസ നിർത്തി ഒരു 6 മാസം കഴിഞ്ഞിട്ടൊന്ന് ഖുർആൻ ഓതിപ്പിക്കൂ നിങ്ങൾ. 2 അക്ഷരം കൂട്ടി മൊഴിയാൻ പോലും അവൻ കഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മദ്രസകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിച്ചൊരു ഹാളായിരിക്കും.
ക്ലാസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ വല്ല ഷാളോ മറ്റോ തൂക്കിയിട്ടുണ്ടാകും. അങ്ങ് തലക്കുന്ന നല്ലൊരു ഒച്ചുള്ള ഉസ്താദ് ക്ലാസ് എടുത്താൽ അവിടെ കേൾക്കും. ഈ കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കും. ഇതിനിടയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മദ്രസ വിടുമ്പോഴേക്ക് ബ്ലഡ് ചോദിച്ച് തുടങ്ങുന്നവരാണ് ഈ മദ്രസയിലെ ഉസ്താദുമാർ. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ എവിടെയാണ് ഷായുടെ മഖ്റജ്, എവിടെയാണ് അയിനിൻ്റെ മഖ്റജ്, എവിടുന്നാണ് ലാമ് പറയേണ്ടത്, അള്ളാഹ് എങ്ങനെ പറയേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാൻ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് മദ്രസയുടെ വിടുന്നതോടുകൂടെ അത് സമ്പൂർണമായി നമ്മുടെ നേതൃത്വത്തിൽ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട അധ്യാപകരോട് ചെയ്യുന്ന വലിയ ക്രൂരതയല്ലേ? ഈ കുട്ടിയുടെ ഭാവിയോട് ചെയ്യുന്ന വലിയ അതിക്രമല്ലേ? നമ്മുടെ മകൻ നമ്മുടെ മകൾ ഖുർആൻ ഓതി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടേ? ചെറിയ കുട്ടിയാകുമ്പോൾ അവൻ നന്നായിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. മദ്രസയിൽ നിന്ന് 5ാം ക്ലാസ് കഴിഞ്ഞു, 6ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്നോ SSLC വരാനുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ മദ്രസൊക്കെ നിർത്തി. പിന്നെ ഖുർആൻ ആ കുട്ടി തൊടുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ മദ്രസ എന്നുള്ള പഠനം എത്രമാത്രം ഉണ്ടാവും? കുട്ടി ബാഗ് കൊണ്ടുവന്നിട്ട് എങ്ങോട്ടോ വലിച്ചെറിയും. പിറ്റേ ദിവസം പോകുമ്പോൾ ബാഗ് തിരഞ്ഞെടുക്കുകയാണ്, അമ്മ എൻ്റെ ബാഗ് കണ്ടോ എന്ന് ചോദിച്ചിട്ട്. സാധാരണഗതിയിൽ ഖുർആൻ ഓതിപ്പിക്കലുണ്ടായിരുന്നു, പഠിച്ചതോത്തുണ്ടായിരുന്നു. അതിനൊന്നും ആർക്കും താല്പര്യമില്ല. ഉമ്മാൻ്റെ ഫോൺ തോണ്ടിക്കളിക്കായിരിക്കും, വാപ്പാൻ്റെ ഫോണിലും. ഓരോരുത്തരുടേതായ ലോകത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ആർക്ക് താല്പര്യം? പന്തളിക്കാൻ വിടുന്നില്ലേ? SSLC കാലത്തല്ലേ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിൽ 7സും 11സും ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടന്നത്? എവിടെയെങ്കിലും ആൾ കുറവുണ്ടായിരുന്നോ? ഏതെങ്കിലും ഗാലറിയിൽ ആളില്ലാതെ വന്നിരുന്നോ? ഈ കുട്ടിയെ പന്തളിക്ക് പറഞ്ഞയക്കുന്ന അതേ പിതാവാണ് 7ാം ക്ലാസ് ആയപ്പോഴേക്കിന് SSLC വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മദ്രസ നിർത്തിയത്. SSLC വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 7 മുതൽ 7ഉം 8ഉം 9ഉം 10ഉം ഒക്കെ ഈ കുട്ടി ഫുൾ ടൈം SSLCക്ക് പഠിക്കായിരുന്നു? ഇല്ല. ഓൻ കുറേ മണിക്കൂറുകൾ ഗെയിം കളിച്ചു, കുറേ മണിക്കൂർ സിനിമ കണ്ടു, കുറേ മണിക്കൂർ കൂട്ടുകാരോടൊപ്പം ചുറ്റിക്കറങ്ങി, കുറേ മണിക്കൂറുകൾ അവൻ വിരുന്നുപോയി, കുറേ മണിക്കൂർ അവൻ പന്ത് കളിച്ചു. ഇതിനൊന്നും SSLC ബാധിച്ചിട്ടില്ല. 1 മണിക്കൂർ മാത്രം ഉസ്താദിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ദീന് പഠിക്കുന്നതിന് SSLC ഭീഷണിപ്പെടുത്തി നമ്മൾ കുട്ടിയെ നിർത്തി ഇല്ലേ? SSLC എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുട്ടിയെ നിർത്തിയില്ലേ? പന്തളിക്ക് ആരെങ്കിലും പോകാതിരുന്നോ? ഏതെങ്കിലും ഗാലറി ശൂന്യമായി കിടന്നോ? ആളില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും പന്തളിക്കാർക്ക് അവരുടെ ഏർപ്പാട് നഷ്ടമായോ? ഇല്ല. തെക്ക് ഭാഗത്തൊക്കെ ഉദ്യോഗസ്ഥന്മാർ ലീവ് എടുത്തിട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന SSLC കാലത്തു പോലും അതിനിടയ്ക്ക് മദ്രസിലെ പൊതുപരീക്ഷയൊക്കെ അങ്ങോട്ട് സിമ്പിളായി കഴിഞ്ഞു പോയി. അതിനിടയ്ക്ക് മദ്രസിലെ പൊതുപരീക്ഷയൊക്കെ അങ്ങോട്ട് പോയി. അതാരും ശ്രദ്ധിച്ചില്ല. മദ്രസ അല്ലേ എന്നാണ് പലപ്പോഴും ഉമ്മാരുടെ വാക്കുപോലും അങ്ങനെയാണ്. അത് ശരി, ഇന്ന് സ്കൂളില്ല, നാളെ സ്കൂളില്ല, എന്നാൽ നമുക്ക് വിരുന്ന് പോകാമെന്ന് പറയുമ്പ ആ കുട്ടി അറിയപ്പോൾ നാളെ മദ്രസ അല്ലേ എന്ന് പറയുമ്പ അത്രക്ക മതി എന്നുള്ള അർത്ഥം. അതത്രക്ക മതി. ഏതെങ്കിലും ഒരു ഗാലറിയിൽ ആളില്ലാതെ വന്നോ? അതോ ആൾ കൂടിയിട്ട് പന്ത് കളിക്കാർക്ക് വേണ്ടിയിട്ട ലൈനിൻ്റെ വരെയും ആളുകൾ സഹകരിച്ച് വളരെ വിഷമിച്ച് 1.5-2 മണിക്കൂർ കണ്ടോ പന്തളി? അതിലെത്ര SSLC കുട്ടികളുണ്ടായി? അന്ന് രാത്രി എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ അവർക്ക്? പന്തളി 8 മണിക്ക് കിടക്കുകയാണെങ്കിൽ അതുവരെ ഹാങ് ഓവറിലായിരിക്കും. പന്തളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം ഉറക്കം തൂങ്ങിയിട്ടുണ്ടാകും. വല്ലതും പഠിച്ചോ? രാവിലെ പഠിച്ചോ? ഒന്നും ഉണ്ടായില്ലേ? അതൊന്നുമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ. ഈ രീതിയിലുള്ള ഒരു ലിബറൽ ചിന്തയിലേക്ക് നമ്മൾ മാറരുത്. അഴകുഴമ്പൻ ജീവിതാവരുത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സമ്പൂർണ്ണമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരിക. അങ്ങനെ വന്നാൽ സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും, മനഃശക്തി ഉണ്ടാകും. ആത്മഹത്യ വളരെ വളരെ കുറഞ്ഞു പോകും, തീരെ ഇല്ലാതെയായി മാറും. സിബി മാത്യു എന്ന് പറയുന്ന മുൻ പോലീസ് ഓഫീസർ മലയാളികൾ ഇങ്ങനെ മരിക്കണമോ എന്ന് പറഞ്ഞ് ആത്മഹത്യയെക്കുറിച്ചൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കോട്ടയം DC ആണത് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തിരിയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ വളരെ കുറവാണ് ആത്മഹത്യ എന്ന്. ഇത്തിരിയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട്. അപ്പോൾ നേരാവണ്ണം മതം പാലിച്ചാൽ ആത്മഹത്യ ഒരിക്കലും നടക്കാത്ത വിധം നമ്മുടെ കുടുംബം സുരക്ഷിതമാകും. സ്ത്രീകൾ സുരക്ഷിതരാകും. എതിർപ്പാണല്ലോ അവരവർത്ത് മറച്ച് പുറത്തിറങ്ങുന്നതിനെ കുറിച്ച്. അഴിക്ക് മോളെ നിൻ്റെ ഡ്രസ്സ് എന്നാണ്. നിനക്ക് വേണ്ടി ഹൂറന്മാരൊന്നും സ്വർഗത്ത് കാത്തിരിക്കണില്ല എന്നാണ് കവിത വരുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു കോളേജിലെ വാർഷിക മാഗസിനിൽ വന്ന കവിതയുടെ ആശയാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ മോളെ ഇങ്ങനെ ഹൂറന്മാരൊന്നും കാത്തിരിക്കാത്ത സ്വർഗത്തിന് വേണ്ടി നിൻ്റെ ശരീരം മൂടിപ്പൊതച്ച് കൊണ്ടെടുക്കുന്നത്, ചാക്കിൽ കെട്ടി കൊണ്ടെടുക്കുന്നു എന്നാണ്. അഴിച്ചോളൂ നിൻ്റെ ആ സാധനങ്ങളൊക്കെ, ഇതേ ഞങ്ങളിങ്ങനെ ഉദ്ധരിച്ച് നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്.
ക്യാമ്പസിൽ ഇത് ഇഷ്ടം പോലെ ഉദ്ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുതികെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അഴിക്കൂ നീ നിൻ്റെ ഡ്രസ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക സംസ്കാരത്തെ എങ്ങനെയെങ്കിലുമൊക്കെ മാനം കെടുത്താൻ പലരും ഉണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും സുരക്ഷിതയായി സ്ത്രീ ജീവിക്കുന്നത് എവിടെയാണ്? ലിബറലിസത്തിൻ്റെ ഈറ്റില്ലവും പേറ്റില്ലവുമാവുന്ന ഫ്രാൻസിലാണോ? ആണോ? 4,80,00,000 ജാരസന്താനങ്ങൾ പൊറുതിമുട്ടി ജീവിക്കുന്ന ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾക്ക് പശ്ചാത്തലമായ അമേരിക്കയിലാണോ? 25% അമ്മമാരാകുന്ന യുവതികൾക്ക് സ്വന്തം മക്കളുടെ പിതാവ് ആരാണെന്നറിയാത്ത ലണ്ടനിലാണോ? വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലാ കൊല്ലവും മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകളിലാണോ? സ്വീഡനിലാണോ? ഡെൻമാർക്കിലാണോ? നോർവേയിലാണോ? സ്ത്രീ ഏറ്റവും സുരക്ഷിത എവിടെയാണ്? ഫ്രാൻസാണ് ലിബറലിസം കണ്ടുപിടിച്ചത്. ആ ഫ്രാൻസിൽ 95% സ്ത്രീകളും ഏതെങ്കിലും രീതിയിലെ സെക്സ് ഹറാസ്മെൻറ്റിന് വിധേയരാണെന്ന് പഠനം വരുന്നു. തൊണ്ടലും തൊടലും ഹഗ്ഗും മഗ്ഗും കിസ്സും റേപ്പും അടക്കം. എവിടെയാണ് പെണ്ണുങ്ങൾ ഏറ്റവും സുരക്ഷിതരാവുന്നത്? ഏറ്റവും പുതിയ കണക്ക് വന്നു. കാലങ്ങളായി സ്ത്രീ ഏറ്റവും സുരക്ഷിത എവിടെയാണ്? ഹബീബായ റസൂലിൻ്റെ മദീന ഷരീഫിൽ. മൂടിയാ നടക്കുന്നത് പെണ്ണുങ്ങളും ആണുങ്ങളും വരാത്തത് കൊണ്ടാണോ? അല്ല, ഡെയിലി 10-20 ലക്ഷം സ്ത്രീകളും ആണുങ്ങളും അവിടെ എത്തുന്നു. എന്നിട്ട് സ്ത്രീ ഏറ്റവും സുരക്ഷിത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീന ഷരീഫിലാണ്. അവിടെ ഒന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു വചനമുണ്ട്. യമനിൻ്റെ തലസ്ഥാനമാകുന്ന സൻആ മുതൽ നമ്മുടെ മദീന വരെയും ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയപ്പെട്ട് ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസരം വരുമ്പോഴേ എൻ്റെ ദൗത്യം പൂർത്തിയാകുള്ളൂ എന്ന്. യമനിൻ്റെ തലസ്ഥാനമാകുന്ന സൻആ, അവിടെ മുതൽ മദീന വരെയും ഒരു സ്ത്രീക്ക് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയന്ന്, ചെന്നായ വരുമോ നോക്കണം, പേപ്പട്ടി വരുമോ നോക്കണം, ഒരു മനുഷ്യനെയും ഭയക്കാതെ സുരക്ഷിതയായി യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോഴേ എൻ്റെ വിപ്ലവം പൂർണ്ണമാവുള്ളൂ എന്ന് പ്രഖ്യാപിച്ച മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മദീനയാണ് കാലങ്ങളായി സ്ത്രീക്ക് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും സുരക്ഷയുള്ള നാട്. ഇതറിയാതെ പോകരുത്, സ്ത്രീകൾ അറിയാതെ പോകരുത് ഇത്. ഇസ്ലാമിക സംസ്കാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ, അതുവഴി ലോകത്തിന് ശാന്തിയും സമാധാനവും കേരളത്തിൽ ഇതുവരെയും നമ്മൾ പാലിച്ചു വന്ന സൗഹാർദ്ദവും നിലനിൽക്കണമെങ്കിൽ മദ്രസകൾ സജീവമാകണം, ദീനീ സംരംഭങ്ങൾ സജീവമാകണം. നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസം പ്രയോഗവൽക്കരിക്കാൻ പറ്റും വിധത്തിലേക്ക് നമ്മുടെ വീടകവും പശ്ചാത്തലവും മാറുകയും വേണം.